കുറച്ച് ലെങ്തി ആയിരിക്കും, ബട്ട് സ്റ്റിൽ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഹാപ്പൻഡ്. ഹൈ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഐ ഹോപ്പ് ഓൾ ആർ ഡൂയിങ് ഗുഡ്. സോ സ്കൂൾ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ സ്ഥിരമായി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയിലേക്ക് വരാം. സോ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് 6th C അല്ലെങ്കിൽ 6th ക്ലാസ്സിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ടോപ്പിക് വാസ് അബൌട്ട് പോളിനേഷൻ. ഓക്കെ, അപ്പോൾ IIT ബയോ ആയതുകൊണ്ട് തന്നെ 6th ഇത്തിരി കട്ടി ടോപ്പിക്കാണ്. ലൈക്ക് ആൻഡ്രീഷ്യം, ഗൈനീഷ്യം അല്ലെങ്കിൽ പോളിനേഷൻ, അതിൻ്റെ പാർട്സ്, അതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് പറയണം, എന്നാലേ കുട്ടികൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ക്ലാസ് വളരെ എന്താ പറയുക നീറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 2 ബെഞ്ചിൽ ഗേൾസ് ഉണ്ട്. ലൈക്ക് ലാസ്റ്റ് ബെഞ്ചും അതിൻ്റെ മുന്നത്തെ സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചിൽ കുറച്ച് ഗേൾസ് ഉണ്ട്. അത് നന്നായി പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. ഐ എം നോട്ട് ടെല്ലിങ് ദേ ആർ വെരി ബാഡ് ഇൻ അക്കാഡമിക്സ്, ബട്ട് അതിൽ 2-3 കുട്ടികൾക്ക് ഭയങ്കര ഡൗട്ടിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, ഐ എൻകറേജ് ഡൗട്ട്. ഓക്കെ, എനി ഡൗട്ട് റിലേറ്റഡ് ടു ദ ചാപ്റ്റർ എനിക്കറിയുമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ കുട്ടി എണീറ്റ് നിന്നിട്ട് എൻ്റെ അടുത്ത് ലൈക്ക് ഒരു ബന്ധമില്ലാത്തൊരു ക്വസ്റ്റ്യൻ, ലൈക്ക് ബുക്ക് ആരാ കണ്ടുപിടിച്ചത്, ഫ്ലവർ ആരാ കണ്ടുപിടിച്ചത്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. സോ ഞാൻ ഒരു മിനിറ്റ് ഇങ്ങനെ സ്റ്റക്കായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ലൈക്ക് ഞാൻ പറഞ്ഞു എനിക്കിത് അറിയില്ല. അപ്പോൾ ആ കുട്ടി തന്ന മറുപടി വിച്ച് മെയ്ഡ് മീ ഫീൽ വെരി ബാഡ്. ലൈക്ക് you are a biology teacher, still you don't know who invented flower or who discovered flower. See, literally I don't know who discovered flower. എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അറിയില്ല. അപ്പോൾ ആ കുട്ടി തന്ന മറുപടി ഭയങ്കര ലൈക്ക് മേ ബി ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കാം. ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. ഞാൻ പിന്നെ ആ ക്വസ്റ്റ്യൻ ഒട്ടും ആ ടോപ്പിക്കിനെ റിലവൻ്റ് അല്ലാണ്ട് പോയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മിണ്ടാണ്ടിരുന്നു. ലൈക്ക് ഐ ഡിഡ്ന്റ് ടേക്ക് ക്ലാസ്. പിന്നെ ക്ലാസ് അങ്ങനെ കുറച്ച് സൈലൻ്റായി പോയി. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാണ്ടിരുന്നു കേട്ടോ, ഒരു 5-6 മിനിറ്റ്. അപ്പോൾ വേറെ കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ആയി. കാരണം 2-3 കുട്ടികൾ കാരണം ബാക്കിയുള്ളവരുടെ ടൈം അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് പോകണമെന്ന് തോന്നി. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഐ സ്റ്റാർട്ടഡ് അഗെയിൻ ടേക്കിംഗ് ദ ക്ലാസ്. അഗെയിൻ ക്ലാസ് നല്ല രീതിയിൽ പോകാൻ തുടങ്ങി. അറ്റ് ദാറ്റ് ടൈം ഈ കുട്ടി ഒട്ടും ശ്രദ്ധിക്കാണ്ടൊക്കെ ഇരിക്കണ പോലെ തോന്നി. മേ ബി ആ ക്യൂരിയോസിറ്റി ആയിരിക്കും. ഞാൻ പറഞ്ഞു, മോൾ എനിക്ക് എന്നിട്ട് കമ്പ്യൂട്ടർ ലാബിൽ പോവാം. ഈ പറഞ്ഞ ഡൗട്ട്, അതായത് ബുക്ക് ആരാ കണ്ടുപിടിച്ചത്, ഫ്ലവർ ആരാ കണ്ടുപിടിച്ചത്, ഇങ്ങനെയുള്ള എല്ലാ ഡൗട്ടും കമ്പ്യൂട്ടർ ലാബിൽ പോയി ആൻസർ കണ്ടുപിടിച്ചിട്ട് ക്ലാസ്സിൽ വന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ആദ്യം ഷീ ഫെൽറ്റ് ലൈക്ക് ഇറ്റ്സ് എ പണിഷ്മെൻറ്റ്. പക്ഷേ അതൊരു പണിഷ്മെൻ്റ് അല്ല. ആ ക്യൂരിയോസിറ്റി തീർന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പണിഷ്മെൻ്റ് അല്ല, ഇഫ് യു വാണ്ട് യു ക്യാൻ കോൾ യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ലാബിൽ പോയി അവരൊരു 5 മിനിറ്റിൽ ആ പേരൊക്കെ കണ്ടുപിടിച്ച് വന്ന് ബോർഡിൽ എഴുതി. അപ്പോൾ ഞാൻ ചോദിച്ചു ഫ്ലവർ ആരാ കണ്ടുപിടിച്ചത്. അപ്പോൾ ഫ്ലവർ എന്നൊക്കെ പറയുന്നത് വളരെ മില്യൺസ് ഓഫ് മുന്നേ ഉള്ള ഒരു എന്താ പറയുക ഒരു ലിവിങ് തിങ് ആയതുകൊണ്ട് അതൊന്നും ഒരു സർട്ടൻ പേരില്ല, ഒരു സയൻറ്റിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരാളുടെ പേരില്ല. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി. എന്നിട്ട് ബുക്ക് കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരും ഇങ്ങനെ ലൈക്ക് ഫാദർ ഓഫ് ബയോളജി അത് അരിസ്റ്റോട്ടലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ സ്റ്റിൽ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചപ്പോൾ ദെൻ അതൊക്കെ ബോർഡിൽ എഴുതി. പിന്നെ ആ ക്ലാസ് നല്ല രീതിയിൽ പോയി. ആൻഡ് ബാക്കിയുള്ള കുട്ടികൾക്ക് ഇതൊരു ലെസണാണ്. ലൈക്ക് വെൻ എ ടീച്ചർ ഈസ് ടേക്കിംഗ് ക്ലാസ് വെരി സിൻസിയർലി, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്, യു ഷുഡ് നോട്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് റിലവൻറ്റ് ടു ദാറ്റ്. അത് മൊത്തം ക്ലാസ്സിൻ്റെ മൂഡ് സ്പോയിലായി. എങ്ങനെ പോയാലും എൻ്റെ ഒരു 10 മിനിറ്റ് ആക്ച്വലി സ്പോയിലായി. പിന്നെ വെറുതെ ചീത്ത പറഞ്ഞ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുത്ത് മോശമാക്കുന്നതിനെക്കാട്ടും ഐ തോട്ട് ഓക്കെ, കുട്ടി തന്നെ പോയി കണ്ടുപിടിക്കട്ടെ, ഐ എം സോറി എന്ന് വിചാരിച്ചു. സോ ഇത് ഇന്നത്തെ ഒരു വലിയൊരു സംഭവമായിരുന്നു, ഇന്നത്തെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. മേ ബി ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, ബട്ട് സ്റ്റിൽ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ മൈ ഡേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ ഇതേപോലത്തെ നാളെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറികൾ സംഭവിക്കും, തീർച്ചയായിട്ടും കാണാം. ബൈ.